ബേവിഞ്ചയിൽ ഇപ്പോഴും ആശങ്കയൊഴിയുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ജനങ്ങൾ കുറച്ചുപേരൊക്കെ തന്നെ ബേവിഞ്ച കുന്നിന് മുകളിലെ വീടുകൾ ഉപേക്ഷിച്ച് ബന്ധുവീടുകളിലേക്കും മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ഒക്കെ തന്നെ താമസം മാറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നു, ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. എന്നാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിൽ വീടുകൾ കാണാം. അവിടെ ഇപ്പോഴും പ്രായമേറിയവരും അതുപോലെ തന്നെ കുട്ടികളുമൊക്കെ തന്നെയുണ്ട്. അവരൊക്കെ തന്നെ ജീവൻ കയ്യിൽ പിടിച്ച് ആണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ ഒരു അപാകത, സോയിൽ ലെയറിങ്ങിലെ അപാകതയെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ മാതൃഭൂമി ന്യൂസ് അധികൃതരുടെ മുന്നിലേക്ക് ഇത്തരത്തിൽ അപാകതകൾ ഏറെയുണ്ട് എന്നുള്ള വാർത്ത മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടിയും യാതൊരു തരത്തിലുള്ള ഒരു മുൻധാരണകളോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പുകളോ ഉണ്ടാവുന്ന തരത്തിൽ ഒരു നടപടികളൊന്നും തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം ഒരു പുഴ പോലെ ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുകയാണ്. വലിയ പേടിയുണ്ടല്ലോ ഇപ്പോൾ നിൽക്കാൻ? തീർച്ചയായിട്ടും നല്ല വലിയൊരു പേടിയാണ്. നമ്മൾ ഈ പലതവണയായിട്ട് നമ്മൾ നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രശ്നമാണ് ഇതിന് സൈഡ് ഭിത്തി കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ മുകളിൽ ഭാഗത്ത് കുറേ വീടുകളുണ്ട്. അതൊക്കെ താഴോട്ട് വന്ന താഴെ പ്രദേശങ്ങളിൽ കുഴിപ്രദേശങ്ങളിൽ മൂലം കൂടുതൽ വീടുള്ള പ്രദേശമാണ് ഈ നാട്. പിന്നെ ഇവർ ഡ്രെയിനേജ് വെള്ളം പോകാനുള്ള സൗകര്യം ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ആ വെള്ളം പോകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വെള്ളത്തിൻ്റെ വഴിക്ക് വന്നിട്ട് ഇങ്ങനത്തെ അപകടമൊക്കെ ഈ നാട്ടിലുണ്ടാകാനുള്ള സാധ്യത വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സർവീസ് റോഡ് അതൊന്നും ഇവിടെ ഇല്ല. അവരവരുടെ ഇഷ്ടത്തിൽ പണിയെടുക്കുന്നതാണ്. ഇവിടെ ഒരു വർഷത്തെ 1.5 വർഷം നമ്മൾ സമരം ചെയ്താൽ താഴെ ഈ റോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഉദ്യോഗസ്ഥന്മാരോ ആരും ഇത് ഇങ്ങോട്ട് നോക്കുകയോ പിടിക്കുകയൊന്നും ചെയ്തില്ല. യാദൃശ്യമായി നമ്മൊന്നും ഇവിടെ മുടക്കം വരുത്തിക്കഴിഞ്ഞാൽ അപ്പോൾ പോലീസുകാർ ഇങ്ങോട്ട് വരുന്നത് നമ്മൾ ഓടിക്കുക ചെയ്യുന്നത്. അതിൻ്റെ അവർ പറയുന്നത് വെച്ചാൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും, കേസുമായിട്ട് മുമ്പോട്ട് പോകുന്ന പറയുന്നത്. ഇതുകൂടാണ്ട് ഏറ്റവും ഭീഷണി ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഏറ്റവും ഭീഷണിയുള്ളത്. ഈ കുന്നിടിഞ്ഞ് പോകുന്നത് ഈ താഴെ പ്രദേശങ്ങളാണ്. 66 ഇതിലെ കൂടിയിട്ട് കണ്ണൂർ കോഴിക്കോട് പോകുന്ന ബസ്സല്ല ഇതിലേ പോകേണ്ടത്. ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് പോകാനുള്ള ഒരു വഴിയുമില്ല. എങ്ങനെ പോകേണ്ടതില്ല. ഇപ്പോൾ ഇവിടുന്ന് ഈ 5-10 കല്ലുവർട്ട് കട്ട് ചെയ്തിട്ടാണ് ഇവർ ഈ റോഡ് നിർമ്മിക്കുന്നുള്ളത്. അത് ഞങ്ങൾ പറയുമ്പോൾ അവർ പോലീസിനെ വിളിക്കും. ഈ വെള്ളം മൊത്തം പോകുന്നുള്ളത് ഇപ്പോൾ ഈ ഇതിൽ കൂടി ഇറങ്ങി സ്കൂളിൻ്റെ അതിലേ കൂടി പോയി താഴത്ത് മൊത്തം മണ്ണിടിച്ചിൽ നടന്നുകൊടുക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ മഴ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ആദ്യം മഴ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കൃത്യമായ ആസൂത്രണത്തോടു കൂടി ഇനി കോൺക്രീറ്റ് ഭിത്തി, കരിങ്കല്ലും കോൺക്രീറ്റും ചേർന്നൊരുക്കുന്ന ഭിത്തി ഉണ്ടായാൽ മാത്രമേ ഈ പ്രദേശത്ത് ഉള്ളവർക്ക് ഇനി സ്വസ്ഥമായി അവരവരുടെ വീടുകളിൽ തലചായ്ക്കാൻ കഴിയുള്ളൂ എന്ന് തന്നെയാണ് വാസ്തവം. ബേവിഞ്ചയിൽ നിന്നും വിനോദ് മൊറോഴയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.